കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിൽ ദൈവം നമ്മളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ നിമിഷം, അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ആ ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ദൈവം അവസരം തന്നതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം തിരുവചനം. ആലോചിച്ചുറയ്ക്കാതെ 2 പേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ? നിങ്ങളൊരു യാത്രയ്ക്കിറങ്ങുമ്പോൾ, കുടുംബസമേതമാണേലും വേറെ ആരെങ്കിലും കൂടെയാണെങ്കിലും യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അത് നല്ലവണ്ണം പ്ലാൻ ചെയ്യാതെ ഒരു ദൂരയാത്രയ്ക്ക് ഇറങ്ങുമോ? ഈ ലോകത്തിലെ ചെറിയൊരു കാര്യത്തിന് നിങ്ങൾ എന്തുമാത്രം പ്ലാൻ ചെയ്യുന്നു, അതിനേക്കാൾ അധികമായിട്ട് വേണം സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് നമ്മളെ തന്നെ ഒരുക്കുവാൻ. എപ്പോഴും നിന്റെ കൂടെ പിതാവായ ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ഉറപ്പാക്കണം. ആ ദൈവത്തോടൊപ്പം നീ യാത്ര ചെയ്യുവാൻ പൂർണ്ണമായിട്ട് തീരുമാനിക്കണം. ആ ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ എല്ലാ യാത്രകളും വിജയകരമായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായവും സമാധാനവും ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നിങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും ദൈവീക സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ആ പിതാവിൻ്റെ കൈ പിടിച്ച് നിങ്ങൾ യാത്ര തുടരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.